ഇനിയിപ്പോൾ അടുത്ത് തന്നെ ഇങ്ങോട്ടേക്ക് ഒരു വരവും കൂടി വരേണ്ടി വരും നമ്മൾ കാർത്തുവേ. അമ്പലത്തിൻ്റെ പടികളിറങ്ങുമ്പോൾ നിഖിൽ കാർത്തുവിനോടായി പറഞ്ഞു. കാർത്തു ആമിയെ ഇടം കണ്ണിട്ടൊന്ന് നോക്കി. അതിനൊരു ചിരി അവൾ സമ്മാനിച്ചു. ഇവളുടെ കല്യാണമാകുമ്പോൾ ഇവൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്നാ എൻ്റെ പേടി. അതെന്താ? എൻ്റെ കല്യാണത്തിന് തന്നെ ആ ഉണ്ണിയച്ഛനെ കൊണ്ട് ഇവള് പെടുത്തിയ പാട് കാണണമായിരുന്നു. അതെടുക്കണം ഇതെടുക്കണം, പള്ളിയിൽ വെച്ചായതുകൊണ്ട് ഗൗണിട്ടാൽ മതി, എന്തൊക്കെയായിരുന്നു. ഉണ്ണിയച്ഛനായതുകൊണ്ട് പിന്നെ ഇവളുടെ ഒപ്പം എല്ലാത്തിനും നിന്നുകൊടുത്തു. അത് ശരിയാ, നിന്റെ ഉണ്ണിയച്ഛനോട് വല്ലാത്തൊരു ബഹുമാനം തോന്നിപ്പോകുകയാണ്. സ്വന്തം മക്കൾക്ക് വേണ്ടി പോലും മാതാപിതാക്കൾ ഒന്നും ചെയ്യാത്ത കാലത്ത് നിന്നെ സ്വന്തം മകളായി കണ്ട് നിന്റെ വിവാഹം ഇത്രയും നന്നായി നടത്താൻ ആ മനുഷ്യൻ പെട്ട കഷ്ടപ്പാട് സമ്മതിക്കണം. അച്ഛൻ മാത്രമല്ല, അമ്മയും പിന്നെ അച്ഛമ്മയും എല്ലാവർക്കും എന്നെ വലിയ ഇഷ്ടമാണ്. ഈ നെക്ലേസ് ഇത് അച്ഛമ്മയുടെയാ, സ്വാതിക്കല്ലേ കൊടുക്കേണ്ടത്. ഞാനിത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പറയുക അവൾക്കുള്ളത് വേറെ ഞാൻ കൊടുത്തോളാം, ഇത് മൂത്ത പേരക്കുട്ടിക്കുള്ളതാണെന്ന്. നന്മയുള്ള മനുഷ്യരും ഈ ലോകത്തുണ്ട് ഇല്ലേ? കാർത്തുവും നിഖിലും അവരുടേതായ ലോകത്ത് അവരുടെ കാര്യങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരുന്നു. ആമയും അന്നേരം ആലോചിക്കുകയായിരുന്നു. വിടരുന്നതിന് മുന്നേ കൊഴിഞ്ഞുപോയ തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും. ദർശൻ വണ്ടിയെടുക്കാൻ പോയിരുന്നു. തിരിച്ച് റിസപ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് തന്നെ അവർ പോയി. അവിടെ അന്നേരം വേണ്ടപ്പെട്ടവരൊഴിച്ച് ബാക്കി വിളിച്ചു വരുത്തിയ വിരുന്നുകാരെല്ലാം പോയി കഴിഞ്ഞിരുന്നു. യാത്ര പറയുന്ന നേരം ഉണ്ണിയെയും സുനിയെയും കെട്ടിപ്പിടിച്ച് കാർത്തു ഒരുപാട് കരഞ്ഞു. എന്തിനാ എൻ്റെ മോളിങ്ങനെ കരയുന്നേ? 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരില്ലേ? പിന്നെ ഒരാഴ്ച നിർത്തിയിട്ടേ 2 പേരെയും ഞങ്ങൾ വിടൂ. അതുമാത്രമല്ല, നിനക്ക് ഇഷ്ടമുള്ളപ്പോഴെല്ലാം വന്നു നിൽക്കാം, കേട്ടല്ലോ. ഞാൻ വേറെ എവിടെ പോകാനാ? അയാളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. അവരോട് യാത്ര പറഞ്ഞതിന് ശേഷം കാർത്തു നേരെ ആമയുടെ അമ്മയുടെ അരികിലേക്ക് ചെന്നു. 2 പേരെയും വീട്ടിലേക്ക് വിളിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് എനിക്ക്. പക്ഷേ അമ്മായി ഇങ്ങനെ വിഷമിച്ചൊന്നും പറയണ്ട. എനിക്കറിയില്ല എൻ്റെ അമ്മായിയെ. അമ്മായിയുടെ പ്രാർത്ഥന മാത്രം മതി എനിക്ക്. കാർത്തുവും നിഖിലും പോയി കഴിഞ്ഞപ്പോൾ ഹരിദാസ് ആമയുടെ അമ്മയ്ക്കരികിലേക്ക് ചെന്നു. അവർ അദ്ദേഹത്തെ കണ്ടെന്ന് പുഞ്ചിരിച്ചു. അടുത്ത ആഴ്ച ദേവിമോളുടെ പിറന്നാളാണ്. ചെറിയ രീതിയിലൊന്ന് ആഘോഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആമയുടെ അമ്മയും വരണം. കുട്ടികളുടെ കാര്യത്തിലും കുറച്ച് തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. വീട്ടിലെ അവസ്ഥ അച്ഛനറിയാലോ. എന്നാലും എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഞാൻ വരാം. ഞാനെന്ന് ഇറങ്ങട്ടെ? അവിടം വരെ ചെല്ലണ്ടേ? ഒറ്റയ്ക്കാണോ പോകുന്നത്? ഞാൻ വേണമെങ്കിൽ ദർശനോട് കാർ വിളിച്ചു തരാൻ പറയാം. അല്ല, ആമിമോള് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇരുട്ടുന്നതിന് മുന്നേ എത്തിയില്ലെങ്കിൽ പിന്നെ അതിനാകും ചീത്ത. എന്നാ പിന്നെ വൈകണ്ട, അമ്മ പോയിക്കോ. പോകാനായി അവർ ഇറങ്ങിയതും ആമയ്ക്കും അമ്മയ്ക്കും അടുത്തേക്ക് ദേവി വന്നു. ദേവിയെ കണ്ടതും കുറ്റബോധം കൊണ്ട് അമ്മ തല താഴ്ത്തി. അമ്മ എന്തിനാ എന്നെ കാണുമ്പോൾ ഇങ്ങനെ തെറ്റ് ചെയ്തവരെ പോലെ തല താഴ്ത്തി നിൽക്കുന്നത്? അമ്മ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് അമ്മയോട് ഒരു ദേഷ്യവും ഇല്ല. വനജ ദേവിയുടെ ഇരുതോളിലുമായി അവളെ ചേർത്ത് പിടിച്ചു. നല്ലതേ വരൂ. മോൾക്ക് അമ്മയുടെ പ്രാർത്ഥന എന്നും ഉണ്ടാകും. നിഖിലിൻ്റെയും കാർത്തുവിൻ്റെയും വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയോളം കഴിഞ്ഞു. ഒരാഴ്ചയ്ക്ക് മേലെ ആയില്ലേ ആ പേപ്പേഴ്സ് അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. സൈൻ ചെയ്തതിന് ശേഷം വിളിച്ചറിയിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇവിടെ വന്ന് ചോദിക്കാതിരുന്നത്. ഇനിയും വൈകുന്നത് എന്തിനാ? എല്ലാ ദിവസവും ഇവിടെ വരുമ്പോൾ ഇന്ന് സൈൻ ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ സാധിക്കണ്ടേ? അവസാനമായി ഒരു കാര്യം ചോദിക്കട്ടെ ആമി? എന്താണെന്നുള്ള രീതിയിൽ ആമി അവനെ നോക്കി. ഇവിടെ എല്ലാവർക്കും ഒപ്പം ജീവിക്കുമ്പോഴല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമുക്ക് ദൂരെ എവിടേക്കെങ്കിലും പോയാലോ? നമ്മുടെ മാത്രം ഒരു ലോകത്ത്. കാണാൻ ആഗ്രഹിക്കുമ്പോൾ എല്ലാവരെയും വന്ന് കാണാലോ. അപ്പോൾ പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവില്ല. ആരെയും ഉപേക്ഷിക്കാൻ പറ്റിയിട്ടല്ല, പക്ഷേ നീയില്ലാതെ പറ്റുന്നില്ല പെണ്ണെ. അവൻ്റെ ചോദ്യം കേട്ട് അവളൊന്ന് ചിരിച്ചു. കഥകളിലും സിനിമകളിലുമൊക്കെ ആയിരുന്നുവെങ്കിൽ ഈ പറയുന്നത് നടന്നേനെ. പക്ഷേ ജീവിതത്തിൽ അത് പറ്റില്ല, പ്രത്യേകിച്ച് നമ്മളെപ്പോലെയുള്ളവരുടെ ജീവിതത്തിൽ. ഞാൻ പോവാ. ദർശേട്ടൻ സൈൻ ചെയ്ത് കഴിഞ്ഞ് വിളിച്ചാൽ മതി. ഇനിയും ഒരുപാട് വൈകല്ലേ? അത്രയും പറഞ്ഞെഴുന്നേറ്റ് ആമി പുറത്തേക്ക് പോകാനായി നടന്നു. ദർശന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. 2 കൈയും ടേബിളിൽ ഒന്ന് ശക്തിയായി വെച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റു. വേഗത്തിൽ തന്നെ ആമിക്കടുത്തേക്ക് ചെന്നു.
വാതിൽ തുറക്കാനായി നിന്നവളെ കയ്യിൽ തന്നെ ബലമായി പിടിച്ച് അവളെ ചുവരിലേക്ക് ചേർത്ത് നിർത്തി. എന്നെ വേണ്ടാന്ന് വെച്ച് പോവാനാവോ ആമി നിനക്ക്? ആവും, ആവണം. ഇതൊരു തരം ടോർച്ചറിങ് ആണ് ദർശേട്ടാ. ഇങ്ങനെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് എന്തിനാ? ഒന്ന് ഒഴിഞ്ഞു തന്നൂടെ എൻ്റെ ജീവിതത്തിൽ നിന്ന്, പ്ലീസ്. ഞാനൊരു ശല്യാണോ ഇപ്പോൾ നിനക്ക്? ആയിക്കൊണ്ടിരിക്കുന്നു. അവൻ്റെ മുഖത്ത് നോക്കാതെ അവളത് പറഞ്ഞതും സ്വയം അറിയാതെ ദർശൻ്റെ കൈ അവളിൽ നിന്നും വിട്ടു. അവൾ ആ കൈയിലേക്കും അവൻ്റെ മുഖത്തേക്കും നോക്കി. ഒരു 5 മിനിറ്റ്, ഞാനിപ്പോൾ സൈൻ ചെയ്ത് തരാം. പിന്നീട് ഒന്നും ചോദിക്കാൻ നിൽക്കാതെ വേഗം തന്നെ ആ പേപ്പേഴ്സ് എടുത്ത് ഒന്ന് വായിച്ചു പോലും നോക്കാതെ സൈൻ ചെയ്ത് കൊടുത്തു. ഞാൻ നാളെ മുതൽ ലീവ് എടുക്കുകയാണ്. പേപ്പേഴ്സ് അവൻ അവളെ ഏൽപ്പിക്കുമ്പോൾ അവൾ പറഞ്ഞു. അതിനൊരു മറുപടിയും പറയാതെ അവൻ ആ മുറി വിട്ടിറങ്ങി. ശ്രുതി, ആ പുതിയ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ഡിസൈനിൻ്റെ ഫയൽ എവിടെ? എനിക്കത് ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്തിട്ട് സാറിനെ ഏൽപ്പിക്കണം. ഇപ്പോൾ തന്നെ വൈകി. ക്യാബിനിലേക്ക് കയറി വന്നുകൊണ്ട് ശ്രുതിയോടായി സ്വാതി ചോദിച്ചു. അത് ആമിയുടെ ടേബിളിൽ കാണും. അവളാണത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിപ്പോൾ തന്നെ അങ്ങ് ചെയ്തേക്കാം. അവൾ മിക്കവാറും ചെയ്തു വെച്ചിട്ടുണ്ടാകും. ഒന്നുകൂടി നോക്കിയാൽ മതി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന്. അല്ല, അവളെന്തേ? ദർശൻ സാറിൻ്റെ മുറിയിലേക്ക് പോയിട്ട് വന്നില്ലേ ഇതുവരെ? അവിടുന്ന് വന്നിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വേറെ എവിടെയോ പോയി. എന്നാൽ ഞാനൊന്ന് ചെക്ക് ചെയ്യാതിരിക്കട്ടെ. സ്വാതി നേരെ ആമിയുടെ ടേബിളിൽ പോയി ഫയൽ തിരയാൻ തുടങ്ങി. ഓരോ ഫയലുകളായി അവൾ തുറന്നു നോക്കി. സ്വാതി, ദേ ഫയൽ കിട്ടി. അത് ഇവിടെയാ ഉണ്ടായിരുന്നത്. ശ്രുതി പറഞ്ഞത് കേൾക്കാത്തതുപോലെ നോക്കിക്കൊണ്ടിരുന്ന ഫയലിൽ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന സ്വാതിക്കടുത്തായി ശ്രുതി നടന്നു ചെന്നു. എന്താടി, നീ എന്താ ഇങ്ങനെ ഷോക്കടിച്ചതുപോലെ നിൽക്കുന്നത്? ഡിവോഴ്സ് പേപ്പർ. ഡിവോഴ്സ് പേപ്പറോ? ആരുടെ? ഫയൽ വല്ലതും മാറിപ്പോയതാണോ? അവൾ പറഞ്ഞത് വ്യക്തമാവാതെ ശ്രുതി ചോദിച്ചു. ആമിയുടെയും ദർശൻ സാറിൻ്റെയും ഡിവോഴ്സ് പേപ്പർ. കേട്ടത് വിശ്വസിക്കാനാവാതെ ശ്രുതി സ്വാതിയെ കണ്ണും മെഴിച്ചു നോക്കി. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആ പേപ്പർ വാങ്ങി നോക്കി. അതെ, സ്വാതി പറഞ്ഞത് ശരിയാണ്. ശ്രുതി സ്വയം ഉറപ്പുവരുത്തി. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെയൊരു തീരുമാനം? ആ പേപ്പർ കണ്ടതു മുതൽ ഈ ലോകത്തൊന്നുമല്ല എന്ന പോലെ നിൽക്കുന്ന സ്വാതിയെ ഒന്ന് കുലുക്കി വിളിച്ചുകൊണ്ട് ശ്രുതി ചോദിച്ചു. എനിക്കറിയില്ല ശ്രുതി. സ്വാതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടങ്ങി. ദർശനെ ആമി എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് നേരിട്ട് കണ്ടറിഞ്ഞിട്ടുള്ള ഒരേ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവൾക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഇത്രയും വലിയ വിഷമം മനസ്സിൽ കൊണ്ട് നടന്നിട്ടാണല്ലോ അവൾ നമ്മുടെയൊക്കെ മുന്നിൽ സന്തോഷിച്ച് നടന്നത് എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക്. നമുക്ക് സാറിനോടൊന്ന് സംസാരിച്ചാലോ? ഇല്ല ശ്രുതി, ഇത് അവളുടെ തീരുമാനമാണ്. അവളുടെ നിർബന്ധത്തിന് സാർ സമ്മതിച്ചു കൊടുത്തതാവാനേ വഴിയുള്ളൂ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സ്വാതി വേഗം തന്നെ ആ ഫയൽ ശ്രുതിയുടെ കയ്യിൽ നിന്നും വാങ്ങി. അത് ഭദ്രമായി വച്ചിരുന്നിടത്ത് തന്നെ അങ്ങനെ തന്നെ വെച്ചു. തൽക്കാലം നമ്മളിതറിഞ്ഞെന്ന് അവൾ അറിയണ്ട. പിന്നെ ഇതെല്ലാം നമ്മൾ മൗനമായി നിന്ന് സമ്മതിച്ചു കൊടുക്കണോ? അവളോടൊന്ന് ചോദിക്കണ്ടേ ഈ കാര്യത്തെക്കുറിച്ച്? നമ്മൾ ചോദിച്ചാൽ അവൾ എന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞ് ഇപ്പോൾ സാറിനെ സമ്മതിപ്പിച്ചെടുത്ത പോലെ നമ്മുടെ വായ അടുപ്പിക്കും. അതുകൊണ്ട് ഒരു പരിധി വിട്ട് അവൾക്ക് നിഷേധിക്കാനാവാത്ത ആരെങ്കിലും കൊണ്ട് ചോദിപ്പിക്കണം. നീ ആരെയാ ഉദ്ദേശിക്കുന്നത്? ദാസാറിനെയാണോ? അതെ, സാറ് പറയുന്നത് തള്ളിക്കളയാൻ അവൾക്കാവില്ല. പക്ഷേ സാറ് ഇവിടെ ഇല്ലല്ലോ. സാറും ദേവി മാഡവും രാധിക മാഡവും കൂടി തറവാട്ടിൽ പോയിരിക്കുകയാണ്. നാളെ കഴിഞ്ഞേ വരൂ. അതുവരെയൊന്നും കാത്തിരിക്കാൻ പറ്റില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ അച്ഛനെ കൊണ്ട് പറയിപ്പിച്ചാലോ? ശരിയാ, അച്ഛനെയും അവൾക്കൊരല്പം പേടിയാണ്. പെട്ടെന്നൊന്നും അവൾ തള്ളിക്കളയില്ല. ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ അച്ഛനെ വിളിച്ച് കാര്യം പറയാം. അവൾ ഇപ്പോൾ വരും. നീ പോയി നിന്റെ ചെയറിലിരിക്കെ, നമുക്ക് പണി തുടങ്ങാം. ആ, നല്ല മിടുക്കി കുട്ടികളായി പണിയൊക്കെ എടുക്കുന്നുണ്ടല്ലോ രണ്ടാളും. അവിടേക്ക് കടന്നു വന്നുകൊണ്ട് ആമി ചോദിച്ചു. ഇന്ന് അത്യാവശ്യമായി തീർക്കേണ്ട കുറച്ച് വർക്കുകളൊക്കെയുണ്ട്. ആമിയുടെ മുഖത്ത് നോക്കാതെ ശ്രുതി പറഞ്ഞു. രണ്ടാളോടുമായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? സ്വാതി ചോദിച്ചു. ഞാൻ നാളെ മുതൽ കുറച്ച് ദിവസത്തേക്ക് ലീവാണ്. കുറച്ചുനാൾ അമ്മയ്ക്കൊപ്പം നിൽക്കാനൊരാഗ്രഹം. അതുകൊണ്ട് ഞാൻ ഉണ്ണിയച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നീയും വീട്ടിലേക്ക് പോയിക്കോ. ഉണ്ണിയച്ഛൻ നിന്നെ കൂട്ടാൻ വരും. ഞാനെന്തിനാ വീട്ടിലേക്ക് പോണത്? എനിക്ക് വേണ്ടിയല്ലേ നീ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിയത്. നിനക്ക് വീട്ടിൽ നിന്നായാലും ഓഫീസിലേക്ക് വരാലോ. അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുന്നത് വരെ നീ വീട്ടിൽ നിന്ന് പോയി വന്നാൽ മതി.
ശ്രുതി, നിന്നെ ഞാൻ വീഡിയോ കോൾ ചെയ്യാം. സ്വാതിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് ആമി പറഞ്ഞു. ശ്രുതിയുടെ നേർക്കൊന്ന് കണ്ണുറുക്കി കാണിച്ചു അവൾ. ഞാൻ കൃഷ്ണനെയും മനുവിനെയും ഒന്ന് കണ്ടിട്ട് വരാം, അവരോടും കൂടി പറയട്ടെ. അവളെല്ലാം തീരുമാനിച്ചുറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ നമുക്കങ്ങനെ അവളെ സങ്കടപ്പെടാൻ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് തന്നെ അച്ഛനോട് കാര്യം പറയണം. അങ്ങനെ എല്ലാവരും സന്തോഷിച്ചിരിക്കുമ്പോൾ എൻ്റെ ആമി മാത്രം വിഷമിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനടക്കം എല്ലാവർക്കും നല്ലൊരു ജീവിതം നേടിത്തരാനാ അവൾ ശ്രമിച്ചിട്ടുള്ളത്. ആ അവൾക്ക് വേണ്ടി ഒരു ശ്രമം പോലും നടത്തിയില്ലെങ്കിൽ ഈശ്വരൻ പോലും പൊറുക്കില്ല എന്നോട്. നീ ഇത്ര ഡെസ്പാവാതെ നമുക്ക് ശരിയാക്കാം, സ്വാതിയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ശ്രുതി പറഞ്ഞു. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവില്ലെന്നത് ഉറപ്പുവരുത്തി ആമി ആ ഓഫീസിൻ്റെ പടികളിറങ്ങി.